ട്വിസ്റ്റ് നിറഞ്ഞ ഒരു സ്റ്റോറിയാണ്. ശരിക്കും നിങ്ങൾ സ്റ്റോറിയിൽ കടക്കുമ്പോൾ വിചാരിക്കും ഇതെന്താ ഇങ്ങനെ ഈ സ്റ്റോറി എന്നൊക്കെ. പക്ഷേ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സ്റ്റോറി എത്ര മനോഹരമാണെന്നുള്ളത്. എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു മൂവി തന്നെയാണിത്. നമുക്ക് എന്തായാലും സ്റ്റോറിയിലേക്ക് കടക്കാം. സ്റ്റോറിയുടെ തുടക്കത്തിൽ തന്നെ ഒരു പെൺകുട്ടി കരയുന്നതാണ് കാണുന്നത്. ആ പെൺകുട്ടിയാണ് നമ്മുടെ ഈ കഥയിലെ നായക. ആ പെൺകുട്ടിയെ വലിച്ചഴിച്ചുകൊണ്ട് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതാണ് കാണുന്നത്. ആ കൊണ്ടുപോകുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആ പെൺകുട്ടിയുടെ സഹോദരനാണ്. പക്ഷേ ഈ സഹോദരൻ എന്ന് പറഞ്ഞാൽ അവളോട് വലിയ ഇൻട്രസ്റ്റോ ഒരു സ്നേഹമോ ഒന്നുമില്ല. കാരണം അവൾ അവന്റെ രണ്ടാമത്തെ അമ്മയിലുണ്ടായതാണ്. അതായത് അവന്റെ അച്ഛന്റെ രണ്ടാമത്തെ ഭാര്യയിലുണ്ടായ മകളാണ്. അതുകൊണ്ട് തന്നെ അവളെ വലിയ ഇഷ്ടമൊന്നുമല്ല. പക്ഷേ ഇപ്പോൾ അവൾ എവിടെ കൊണ്ടുപോകുന്നതെന്ന് വെച്ചാൽ അവന്റെ ബിസിനസ് ആവശ്യങ്ങൾക്കായി ഒരു ക്ലയന്റിനെ മീറ്റ് ചെയ്യാൻ പോവുകയാണ്. ആ മീറ്റ് ചെയ്യുന്ന ആളോട് വെച്ച് ഇവളെ ഇന്ന് ഒരു ദിവസം അവന്റെ കൂടെ കഴിയാൻ വേണ്ടി നിർബന്ധിച്ചാണ് അവളെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. അവൾ അത് ചോദിച്ച് ഒരുപാട് കരയുന്നുണ്ടെങ്കിലും അവൻ അതൊന്നും കാര്യമാക്കി എടുക്കുന്നതേ ഇല്ല. പക്ഷേ ആ കൊണ്ടുവരുന്ന സ്ഥലത്ത് നമ്മൾ കാണുന്നതാണ് നമ്മുടെ ഈ കഥയിലെ ഹീറോ വിചാരിക്കുന്നുണ്ട് ഇവനെന്താണ് ബിസിനസ് മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടിയൊക്കെ കൂട്ടിക്കൊണ്ടാണല്ലോ ഇങ്ങോട്ട് വരുന്നത് എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഹീറോയുടെ ബ്രദർ പറയുന്നുണ്ട്, സാർ ഇത് ബിസിനസ് മീറ്റിംഗ് തന്നെയാണെന്ന് എനിക്കറിയാം, എങ്കിലും ഇത് ഞാൻ ഇവിടെ കൊണ്ടുവന്നത് ഇതിന്റെ സ്വന്തം പെങ്ങളാണ് സാർ, പേടിക്കൊന്നും വേണ്ട, ഇവൾക്ക് 22 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്, സാറിന് ഇവളെ തീർച്ചയായും ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് അവളെ ഹീറോയുടെ അടുത്തേക്ക് തള്ളിവിടുന്നു. ഹീറോയുടെ അടുത്ത് വന്ന് വീഴുന്ന അവൾക്ക് വല്ലാത്തൊരു സ്മെല്ലാണെന്ന് ഹീറോ തിരിച്ചറിയുന്നു. അത് അവളിലേക്ക് ആകർഷിക്കുന്നതായിട്ടും അവൻ ഫീൽ ചെയ്തു. അവൻ അറിയാതെ അവളെ സ്മെല്ല് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയുടെ ബ്രദർ പറയുന്നുണ്ട്, സാറിന് ഇവളെ തീർച്ചയായും ഇഷ്ടപ്പെടുന്നെന്ന് എനിക്കറിയാം, സാർ ഇവളെ എത്ര ദിവസം വേണമെങ്കിൽ ഇനി ജീവിതകാലം മൊത്തം ഇവൾ ഉപയോഗിച്ചോളൂ, എൻ്റെ ബിസിനസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി തന്നാൽ മാത്രം മതി, പ്ലീസ് സാർ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ അത്രയ്ക്കും ചീപ്പായ ഒരാളല്ല, എന്തുകൊണ്ടും എനിക്ക് ഇങ്ങനെ ഒരു ഡീലിങ്സിനോട് താല്പര്യമില്ല, ബിസിനസ്സിൻ്റെതായ രീതിയിലാണ് ചെയ്യുന്നതിനോട് എനിക്ക് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് പോകുന്നു. ആ പോകുന്നതിൻ്റെ ദേഷ്യത്തിൽ നമ്മുടെ ഹീറോയുടെ ബ്രദർ ഹീറോയിനെ ചവിട്ടി തള്ളിവിടുന്നു. നിന്നെ കൊണ്ട് ഒരു ആണിനെ പോലും വശീകരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവളോട് ദേഷ്യപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ഹീറോ തിരിച്ചു വന്ന് നമ്മുടെ ഹീറോയിനെ പതുക്കെ എടുക്കുന്നു. അപ്പോൾ തന്നെ വീണ്ടും ആ സ്മെല്ല് അവനിലേക്ക് ആകർഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ഹീറോയുടെ ബ്രദർ പറയുന്നുണ്ട്, സാർ ഞാൻ പറഞ്ഞതല്ലേ, സാറിന് ഇവളെ തീർച്ചയായും ഇഷ്ടപ്പെടും, സാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് പ്ലീസ് സാർ എന്നൊക്കെ പറഞ്ഞ് ഒരു വൃത്തികെട്ട രീതിയിൽ ബിഗ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, താൻ ഇവിടെ എന്തായാലും പോയിക്കോളൂ എന്ന് പറയുമ്പോൾ അവൻ സന്തോഷത്തോടുകൂടി അവിടുന്ന് പോകുന്നു. പക്ഷേ നമ്മുടെ ഹീറോയിൻ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ സാറിനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്, താങ്കൾ അങ്ങനെപ്പെട്ട ഒരാളല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, താങ്കൾക്ക് ഒരിക്കലും ഒരു പെൺകുട്ടിയോട് മോശമായ രീതിയിൽ പെരുമാറാൻ പറ്റില്ല എന്നും എനിക്ക് നന്നായിട്ട് അറിയാം, സാർ പ്ലീസ് ഞാൻ ഇവിടുന്ന് പോയിക്കോട്ടെ, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്, എൻ്റെ ഏട്ടൻ നിർബന്ധിച്ചാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്, എൻ്റെ കഥകളൊക്കെ പറഞ്ഞാൽ സാറിന് അത് മനസ്സിലാവുമായിരിക്കും, എൻ്റെ ബ്രദർ അവൻ്റെ ബിസിനസ് ആവശ്യങ്ങൾക്കായി അവൻ്റെ സ്വാർത്ഥത താല്പര്യങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരുത്തനാണ്, പക്ഷേ അവൻ എന്നോട് ഇതുപോലെ ഒരു കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ തീർച്ചയായും പ്രതീക്ഷിച്ചതല്ല, എനിക്കിത് വളരെ സങ്കടമുണ്ട്, സാർ എങ്ങനെയെങ്കിലും എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കണം പ്ലീസ് സാർ, എനിക്കിവിടെ ഒട്ടും പറ്റത്തില്ല, സാർ വിചാരിച്ച പോലെ ഒരു ക്യാരക്ടർ അല്ല എൻ്റെത്, സാർ എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷിക്കണം, സാർ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ രീതിയിൽ അവൾ അവനോട് കാര്യമായിട്ട് കഥകൾ പറയുമ്പോൾ അവൻ അതൊന്നും കെയർ ചെയ്യുന്നില്ല. അപ്പോൾ അവൾ ശരി സാർ, അപ്പോൾ ഞാൻ ഇവിടെ പോവുകയാണെന്നുള്ള രീതിയിൽ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ അവളുടെ കാൽ പിടിച്ച് വലിച്ച് താഴോട്ടേക്ക് വലിക്കുന്നുണ്ട്. അപ്പോൾ അവൾ ദേഷ്യത്തോടു കൂടി നോക്കുന്നുണ്ട്, ഇവനെന്താ ഇത്രയ്ക്ക് പറഞ്ഞിട്ട് കാര്യങ്ങൾ മനസ്സിലായില്ലേ, ഇവനെ പറ്റി ഞാൻ വിചാരിച്ചത് ഇതൊന്നും അല്ലല്ലോ, ഇവനെ പറ്റി ഞാൻ അറിഞ്ഞത് ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലോ അല്ലല്ലോ എന്നുള്ള രീതിയിൽ പിന്നീട് അവനോട് ഭയങ്കര ഷൗട്ട് ചെയ്ത് തനിക്കൊന്നും ബുദ്ധിയും വിവരമൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ ഭയങ്കര ദേഷ്യപ്പെട്ട് അവൾ സംസാരിക്കുന്നു. അപ്പോൾ അവൻ അത് ദേഷ്യപ്പെടുന്നു. അവൻ അവളുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് പൊക്കിക്കൊണ്ട് പറയുന്നുണ്ട്, എന്നോട് ആരും ഇതുപോലെയൊന്നും ദേഷ്യപ്പെട്ട് സംസാരിക്കാറില്ല, നീ ഇനി എന്തെങ്കിലും ഒരു വാക്കും സംസാരിച്ചാൽ ഞാൻ നിന്നെ കൊന്നുകളയും എന്ന് പറയുമ്പോൾ അവൾ പറയുന്നു, ഇതിന് നേരം നിങ്ങൾ എന്നെ കൊല്ലുന്നതാണ്, നിങ്ങൾക്ക് എന്നെ കൊന്നുകൂടെ എന്ന് ചോദിക്കുമ്പോൾ അവൻ അവളെ എടുത്ത് അവിടെ ഉണ്ടായിരുന്ന സോഫയിലേക്ക് എറിയുന്നു. എന്നിട്ട് അവളോട് മിസ്ബിഹേവ് ചെയ്യുന്നത് പോലെ അഭിനയിക്കുന്നു. പക്ഷേ അവൾ പൊട്ടിക്കരയുന്നത് കണ്ട് അവൻ സങ്കടം തോന്നി, നീ ഇവിടുന്ന് പോയിക്കോളൂ എന്ന് പറയുന്നു. അവൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഒരു പാർട്ട് 2 വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.